സ്വാമിയേ ശരണമയ്യപ്പ. വ്രതാനുഷ്ഠാനങ്ങളുടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്നൊക്കെയാണ് പറയേണ്ടത്. ഇവിടെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളവും വ്രതം വളരെ പ്രാധാന്യമാണ്. ജീവജാലങ്ങളെ എന്ന് ഞാൻ പറയാം, കാരണം മനുഷ്യനെന്നല്ല, എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം. അതിൽ എന്തുകൊണ്ടത് പ്രാധാന്യമെന്നാണെങ്കിൽ, ഭഗവത്ഗീതയിൽ ഭഗവാൻ ഒരു വാക്ക് പറയുന്നുണ്ട്. ഈ പ്രപഞ്ചം, ഭൂമി ഒരു ചക്രമാണത്രേ. ലളിതാ സഹസ്രനാമത്തിൽ ദേവിയുടെ ഒരു പേര് ഭവചക്രപ്രവർത്തിനി എന്നാണ്. ഈ ഭവം, പ്രപഞ്ചം ആകുന്ന ചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നവൾ എന്നാണ്. സങ്കല്പങ്ങൾ പറയുന്ന സമയത്ത്, പ്രത്യേകിച്ച് മൂകാംബിക പോലുള്ള സ്ഥലങ്ങളിൽ ചെന്നാൽ ഇന്നും ആ സങ്കല്പങ്ങളൊക്കെ പറയാറുണ്ട്, ചെയ്യിപ്പിക്കാറുണ്ട്. ഞാൻ എല്ലാ പൂജയ്ക്കും ചെയ്യിപ്പിക്കാറുണ്ട്. അതിൽ ആ സങ്കല്പത്തിൻ്റെ തുടക്കം തന്നെ വിഷ്ണോരാജ്ഞയാ പ്രവർത്തമാനസ്യ, വിഷ്ണുവിൻ്റെ ആജ്ഞയാൽ പ്രവർത്തിക്കുന്ന ഈ ചക്രം. ഈ ചക്രം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഗീതയിൽ പറയുകയാണ്, അന്നാൽ ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ യജ്ഞാൽ ഭവതി പർജന്യ യജ്ഞകർമ്മ സമുദ്ഭവ കർമ്മ ബ്രഹ്മോത്ഭവം വിദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് ചക്രത്തിൻ്റെ സ്വഭാവം പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, ഏവം പ്രവർത്തിതം ചക്രം, ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഈ ചക്രത്തെ ആരാണോ ന അനുവർത്തയതി, ആരാണോ അനുസരിക്കാത്തത്, അവനെ ഭഗവാൻ വിളിക്കുന്ന പേരെന്താ അറിയോ? അഖായു ഇന്ദ്രിയാരാമ. അഖായുവാണ് അവൻ, ഇന്ദ്രിയാരാമനുമാണ്. ഇന്ദ്രിയാരാമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇന്ദ്രിയാരാമെന്ന് പറഞ്ഞാൽ തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് സുഖം കിട്ടണം എന്ന് വിശ്വസിക്കുന്നവൻ. അവനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ആർക്കെന്ത് സംഭവിച്ചാലും വേണ്ടില്ല, മറ്റുള്ളവർക്കായാലും ശരി, സമൂഹത്തിനായാലും ശരി, എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, എനിക്ക് സുഖം കിട്ടണം. ഇങ്ങനെ ചിന്തിക്കുന്നവനെയാണ് ഇന്ദ്രിയാരാമൻ എന്ന് പറയുക. ഭഗവാൻ പറയണത്, അങ്ങനെയുള്ളവൻ ശ്വസിക്കുന്ന വായു പോലും പാപഭംഗിലമാണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മളുടെ സുഖത്തിന് വേണ്ടി നമ്മൾ ആചരിക്കുന്നതിൽ ഒരു നിയന്ത്രണം വേണം. ശ്രീനാരായണ ഗുരു ഒരു സംസ്കൃതത്തിലൊരു ശ്ലോകമുണ്ട്, അതിൻ്റെ ഒരു മലയാള വിവർത്തനമുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വന്നിടേണം. നമ്മൾ ആത്മസുഖത്തിന് ആചരിക്കുന്നത് മറ്റുള്ളവർക്ക് കൂടെ സുഖത്തിനായി വരണം എന്നാണ് ആചാര്യസ്വാമി ശ്രീനാരായണ ഗുരുദേവൻ പറയണത്. അവിടെ മറ്റുള്ളവർക്ക് സുഖത്തിനായി വരുന്നില്ലെങ്കിലും നമ്മൾ സുഖത്തിന് വേണ്ടി ആചരിക്കുന്നതിന് ഒരു നിയന്ത്രണം വേണം എന്നെൻ്റെ പക്ഷം. അതിനെന്തുകൊണ്ടാണ് നിയന്ത്രണം വേണ്ടത്? കിട്ടുന്നതെന്തും തിന്നുകൊണ്ട് ജീവിക്കുകയല്ല വേണ്ടത്. ഞാൻ ഇന്നതേ കഴിക്കൂ, ഞാൻ ഇന്നതേ കാണൂ, ഞാൻ ഇന്നതേ ചെയ്യൂ. ഇത് ജീവിതത്തിലൊരു വ്രതമാണ്. ആ വ്രതം പല രീതിയിലും നമുക്ക് സ്വാദിഷ്ടമായതെന്തും കഴിക്കുമ്പോൾ ഹിന്ദു പറയണത്, ഹൈന്ദവ ആചാരങ്ങൾ പറയണത്, ഏകാദശി വ്രതം, സോമവാര വ്രതം, ഷഷ്ഠിവ്രതം, പ്രദോഷവ്രതം, അതുപോലെ തന്നെ ശിവരാത്രി വ്രതം, ഇങ്ങനെ ഓരോ വിശേഷങ്ങൾക്കും ഇവിടെ വ്രതങ്ങളുണ്ട്. ആ വ്രതങ്ങളൊക്കെ ഇന്നിന്ന രീതിയിലൊക്കെ എടുത്തുകൊണ്ട് ശരീരത്തിലെ ആഹാരത്തെ നിയന്ത്രിക്കൂ, ശരീരത്തിൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കൂ എന്നാണ് പറയുന്നത്. അത് നോക്കൂ, മണ്ഡലക്കാലം എന്ന് പറയുമ്പോൾ തുടർച്ചയായിട്ട് വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മളിലേ ഒരു തപസ്സുണ്ടാവുക. ഒരു തപസ് ചെയ്യുന്നതിൻ്റെ ഫലം ഈ വ്രതത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഇന്ന രീതിയിൽ ജീവിക്കൂ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾ മുഴുവനും നമുക്ക് നിയന്ത്രിക്കും. ആഹാരം മാത്രമൊന്നുമല്ല അവിടെ നിയന്ത്രിക്കപ്പെടുന്നത്, എല്ലാം നിയന്ത്രിക്കണം. അങ്ങനെ നിയന്ത്രിക്കുമ്പോൾ മാത്രമേ നമ്മൾ എന്തിനാ പോകുന്നത്? അമ്പലത്തിൽ പോകുന്നത് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കിട്ടാനാണ്. ഇപ്പം നമ്മൾ സാധാരണ ഒരു ഇലക്ട്രോണിക്കൽ ഉപകരണം, അതിൽ ചാർജ് തീർന്ന് നമ്മൾ എന്ത് ചെയ്യും? കുത്തി നിർത്തിയിട്ട് ചാർജ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കും. ആ ചാർജ് തീരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും കുത്തി നിർത്തും. ഇതേപോലെ ഒരു വർഷത്തിൽ നമ്മളൊരു 41 ദിവസം വ്രതമെടുത്തിട്ട് നമ്മളുടെ ശരീരത്തിലെ പോസിറ്റീവ് എനർജിയെ ഒന്ന് ചാർജ് ചെയ്യണം. ഈ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അമ്പലങ്ങളിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് ശബരിമല കലിയുഗ വരദനാണ്. കലിയുഗത്തിലെ ഏറ്റവും
വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവതകളിൽ ഒന്നാണ് അയ്യപ്പസ്വാമി. അത് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങളെ കാണുന്നില്ലേ, എത്രയെത്ര വർഷമായി. അതിതാ ഇന്ന് മനസ്സിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ഒരു തവണ പോകുന്നവർക്ക് വീണ്ടും എന്തോ ഒരു അനുഭവം കിട്ടുന്നത് കൊണ്ടാണല്ലോ അവരടുത്ത കൊല്ലവും പോകുന്നത്. അപ്പോൾ ആ ദിവ്യമായ തേജസ് അവരിൽ, ഞാനൊരു ആശ്ചര്യം പറയല്ല കേട്ടോ, ഒരു എന്നെ പൊക്കി പറയല്ല. ഇന്നും എന്നെ തഞ്ചാവൂരിലുള്ള ഒരാൾ, ഒരു ശിവകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി ശബരിമലയിൽ അദ്ദേഹം ഞാൻ ഇരിക്കുന്ന സമയത്ത് വന്നിട്ട് ഒരുപാട് സമ്മാനങ്ങൾ തന്നിട്ട് എന്നോട് പറയണത്, തിരുമേനി ഞാൻ കുറേ കാലമായി ശബരിമലയിൽ എല്ലാ വർഷവും വരുന്നതാണ്, 2-3 തവണ വരുന്നതാണ്. ഞാൻ ഇപ്രാവശ്യം 10 തവണയിലധികമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, തിരുമേനിയെപ്പോഴൊരു മേൽശാന്തിയെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ട്, എന്തോ ഒരു മാറ്റം അദ്ദേഹത്തിന് വല്ലാതെ കണ്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ശബരിമലയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ ഒരു കൊല്ലമായി. ഇന്നലെ കൂടെ പലപ്പോഴും ഈ അദ്ദേഹത്തിൻ്റെ ഫോൺ വരുമ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടെന്നാൽ ശല്യമാവുമല്ലോ വെച്ചിട്ട് ഞാൻ എടുക്കാണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെയുള്ള ആളെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനിയോട് ഒന്ന് എടുക്കാൻ പറയും, ഒന്ന് വാക്ക് കേട്ടാൽ മതി, ആ ശബ്ദം ഒന്ന് കേട്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. തഞ്ചാവൂരിൽ നിന്ന് എൻ്റെ നാട്ടിലേക്ക് ഏകദേശം 15-18 മണിക്കൂർ വേണം. അത്രയും ദൂരം സഞ്ചരിച്ചിട്ട് അവരിവിടെ വരുന്നു. എന്നെ അവിടെ കൊണ്ടുപോയിട്ട് അവരുടെ പൂജാമുറിയിലിരുത്തിയിട്ട് അയ്യപ്പനായിട്ട് പൂജിക്കുന്നു. എത്രയോ ബ്രാഹ്മണശ്രേഷ്ഠന്മാരിരുത്തി മന്ത്രം ചെല്ലുന്നു. എന്നെ എതിരേൽക്കാൻ ആനയെ കൊണ്ടുവരുന്നു. എന്തിനിവർക്ക് ഇത്രയൊക്കെ ഇത് ചിലവാക്കണം? എവിടെയോ ആ ദിവ്യമായ തേജസ് എന്നിലൂടെ അദ്ദേഹത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശക്തി നമുക്ക് ഏൽക്കണമെങ്കിൽ, നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ എന്ത് വേണം? വരുന്നവർക്ക് മുഴുവൻ എന്താ ഇങ്ങനെ അനുഭവം ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത്, ഈ ഭഗീരഥൻ ഒരിക്കൽ ഗംഗയെ, ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ ആകാശഗംഗ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്തേ വരാത്തതെന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ ശക്തി നിങ്ങൾക്ക് താങ്ങാനാവില്ല എന്നാണ്. ശക്തി താങ്ങാനും ഒരു കരുത്ത് വേണം, വെറുതെ വന്നാൽ പോരാ. അതുകൊണ്ടാണ് ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയിട്ട് പറഞ്ഞു, ശിവൻ പറഞ്ഞു ശരി ഞാൻ എൻ്റെ ജടയിൽ ഞാൻ ഗംഗയെ ഒതുക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ശിവൻ തൻ്റെ ജടയിലേക്ക് ആകാശഗംഗയെ വീഴ്ത്തി ശിവൻ്റെ തലയിൽ നിന്ന് ഗംഗ ഉത്ഭവിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. ഇന്നും ഹിമാലയത്തിലൂടെ അതിങ്ങനെ ഒഴുകി വരിക. ആ ഭൂമിയിലേക്കുള്ള ഗംഗ ആരംഭിക്കുന്നത് ഹിമാലയത്തിൽ നിന്നാണ്, ആ കൈലാസത്തിൽ നിന്നാണ് എന്ന് നമ്മൾ പറയും, ശിവൻ്റെ ശിരസിൽ നിന്ന്. അതുപോലെ ആ കലിയുഗ വരദനായിട്ടുള്ള ലോകം മുഴുവനും ആകർഷിക്കുന്ന ആ ദിവ്യ തേജസ് നമുക്കും ഒരു കൊല്ലം ജീവിക്കാൻ ഒരു പോസിറ്റീവ് എനർജി കിട്ടണ്ടേ? അതിന് വ്രതം കൂടിയേ മതിയാവും. വ്രതമില്ലാത്തവർ പലരും പോകുമ്പോൾ അവർക്കൊന്നും കിട്ടൂല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വ്രതം ഉണ്ടെങ്കിലേ പോകാവൂ എന്നല്ല പറഞ്ഞു, വ്രതം എടുത്താൽ ഗുണം, അത് നിർബന്ധമാണ്. അതുകൊണ്ട് 41 ദിവസത്തെ വ്രതം എടുത്തിട്ട് തന്നെ എല്ലാവരും ശബരിമലയിൽ പോകാൻ ശ്രമിക്കുക. സ്വാമിയേ ശരണമയ്യപ്പ.